സന്ധ്യയിൽ കൂടി ദൈവം തരുന്ന കൃപയ്ക്കായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. At the outset, I would like to extend my apologies for being unable to keep up my commitment last time. One second, the recording disk. Yeah. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ മാസം 4th Sunday കൂടാൻ എല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തുവെങ്കിലും സമയമായപ്പം just 10-15 minutes before our meeting ഞങ്ങൾ താമസിക്കുന്ന ഈ ഫ്ലാറ്റിന്റെ പുറത്ത് ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ അവിടെ എന്തോ ഷോർട്ട് ഉണ്ടാകുകയും മീറ്ററിന്റെ ഒരു ഭാഗം മെൽറ്റ് ആയി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് പോകും. പിന്നീട് അടുത്ത 2 ദിവസം കൊണ്ട് MSEB-കാർ വന്ന് പുതിയ മീറ്ററൊക്കെ മാറ്റി വെച്ചു. ഏതായാലും അത് ശരിയാക്കി. എന്നാൽ അന്ന് നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞില്ല. ഇന്നലെ എബിൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഇന്ന് കറണ്ട് പോകത്തില്ലല്ലോ എന്ന് പ്രത്യേകിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ എബിനോട് പറഞ്ഞു, ഇവനെ ബിയോണ്ട് അല്ലെ, ഒരു സിനിമ ഉണ്ടല്ലോ, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞു, അല്ലെ, തിങ്സ് ബിയോണ്ട് അവർ ഹാൻഡ്, നമുക്ക് നിയന്ത്രിക്കാനാവില്ല. എന്നാലും എബിൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അന്ന് മീറ്റിംഗ് മുടക്കിയില്ല. ബഹുമാനപ്പെട്ട ജോർജ് ഓണച്ചന്റെ നേതൃത്വത്തില് ഞങ്ങളന്ന് നല്ലൊരു ഡിസ്കഷൻ ഒക്കെ നടത്തി എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ നേതൃത്വവും ശുശ്രൂഷകളും ഒക്കെ ഏറ്റവും വിലമതിക്കുന്നു. ഞങ്ങളിപ്പം മുംബൈ ഡയസീഷ്യൻ സൺഡേ സ്കൂളിന്റെ ജനറൽ ബോഡി കഴിഞ്ഞ് അച്ഛനും ഞാനും ഇങ്ങോട്ട് വന്നതാണ്. അച്ഛന് ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ സൺഡേ സ്കൂളിന്റെയും യൂത്തിന്റെയും ഒക്കെ മിനിസ്ട്രിക്ക് അച്ഛൻ എടുക്കുന്ന ഈ വലിയ മുൻഗണന, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. We are studying together Paul's second letter to Timothy. തിമത്തിയോസിന് പൗലോസ് എഴുതിയ 2ാമത്തെ ലേഖനമാണ് നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത്. ഇന്ന് അതിന്റെ 1ാമത്തെ അധ്യായം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് തോട്ട്സ് ഒരുമിച്ച് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ കൂടിയപ്പം ഈ ബുക്കിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരികയുണ്ടായി. ഹൗ തിമത്തി, യങ് ഗായ്, വെൻ ദി ഗോസ്പൽ ഫസ്റ്റ് റീച്ച്ഡ് ഹിസ് ഹോം ടൗൺ, when his family received the gospel. How Timothy was a small guy, a timid fellow, and he received the laying of hands from Saint Paul, and how his growth journey in faith and as a missionary continued under the guidance of Paul. പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യാനും പൗലോസിന്റെ കൂടെ കൂട്ട് എഴുത്തുകാരനായി പല ലേഖനങ്ങൾ എഴുതാനും പൗലോസിന്റെ ശുശ്രൂഷയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും തിമോത്തിക്ക് കഴിഞ്ഞു. അപ്പോൾ വെരി പാർട്ടിസിപ്പേറ്റീവ് മെന്റർഷിപ്പ് ആണ് നമ്മൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോൾ ആൻഡ് തിമത്തിയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടു, ഈ തിമത്തി ഈ ടിമിഡ് യങ്സ്റ്ററിൽ നിന്ന് ഒരു ഡൈനമിക് പ്രീച്ചർ ഓഫ് ദി ഗോസ്പൽ ആൻഡ് എ മാർട്ടിയർ ഫോർ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്, അവിടം വരെയുള്ള തിമത്തിയുടെ ഗ്രോത്ത് ജേർണി. അതിൻ്റെ ഇടയിൽ ആസ് എ ലീഡർ ഓഫ് എ ചർച്ച് ഇൻ എഫെസസ് തിമത്തിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള മിനിസ്ട്രി, അതൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ സ്റ്റഡി തുടരാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഒരുമിച്ച് വായിക്കുമ്പോൾ പ്രിയപ്പെട്ട ബെഞ്ചമിൻ ഇവിടെ അത് വായിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് വായിക്കുന്നത്. ഈ ഭാഗം നമ്മളോട് ഹൈലൈറ്റ് ചെയ്യുന്ന ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്ന് ആഗ്രഹിക്കാം. അതിൽ പ്രധാനമായിട്ടും 3 ക്ലസ്റ്റേഴ്സ് ആയിട്ട് ആ തോട്ട്സിനെ നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്ന്, തോട്ട്സ് ഓൺ ക്രിസ്റ്റോളജി, ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ഈ ഒരു അധ്യായം, ഈ ലേഖനം നമുക്ക് തരുന്ന ഒരു ദർശനം. 2, തോട്ട്സ് ഓൺ എക്ലിസിയോളജി, സഭയെ കുറിച്ച്, ക്രിസ്തുവിന്റെ ശരീരമായ ചേർച്ചിനെ കുറിച്ച്. വാട്ട് ഡസ് ദിസ് ലെറ്റർ, എസ്പെഷ്യലി പർട്ടിക്കുലർലി ദിസ് ചാപ്റ്റർ നമ്മളോട് പറയുന്നത്. 3rd, നമ്മൾ കാണുന്ന ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, mentoring relationship within the community. അതിനെക്കുറിച്ച് ഈ വേദഭാഗം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ഒരുമിച്ച് ആ 3 കാറ്റഗറീസിൽ ചില തോട്ട്സ് ഒരുമിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഓൺലൈൻ യുഗത്തിൽ ജനിച്ചവരല്ലെങ്കിലും ഇപ്പോൾ ആയിരിക്കുന്നവരാണ്. ഞാൻ ജനിച്ചപ്പം മൊബൈൽ ഫോൺ ഇല്ല. മൊബൈൽ ഫോൺ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ലാൻഡ് ലൈനും ഇല്ല. ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഓർമ്മയിൽ ഞാനൊരു വലുതായി 7th or 8th ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ലാൻഡ് ലൈനിന്റെ കണക്ഷൻ എടുക്കുന്നത്. എന്നാൽ റീസെന്റ് when I was talking to my daughter, she's just 4 years old, just 4 साल की अभी हुई है. तो कल हम लोग कुछ दिन पहले हम लोग एक्चुअली बैठ के बात कर रहे थे and we were sharing about
our childhood, me and Rinki, my wife, we were telling our daughter about our childhood. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പം പറഞ്ഞപ്പം പറഞ്ഞു അപ്പച്ചാടെ കയ്യിൽ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലായിരുന്നു. Now she is used to seeing her അപ്പച്ചൻ അമ്മച്ചി online on video call, WhatsApp call or Zoom call. അപ്പച്ചാടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. അപ്പൊ അവൾ ഇങ്ങനെ എന്നെ സൂക്ഷിച്ചിങ്ങനെ നോക്കുവാണ്. അപ്പ ചിരിക്കുമോ, ഇപ്പൊ ചിരിക്കുമോ, കള്ളം പറയുവാണോ, തമാശ പറയുവാണോ? എന്നിട്ട് ഞാൻ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിലെ വീട്ടിൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. 4 വയസ്സുള്ള ഞങ്ങളുടെ മോള് അന്നേരം ഇപ്പൊ ചിരി തുടങ്ങി. എന്നിട്ട് കുറച്ച് സമയമെടുത്തു ആ ചിരി നിർത്താൻ. അപ്പൊ ഞാന് സത്യത്തില് പലരും പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ വളരുന്ന പിള്ളേര്, ഇന്റർനെറ്റ് യുഗത്തിൽ വളരുന്ന പിള്ളേരെന്നൊക്കെ. അയ്യോ, എന്റെ കൊച്ച് എന്റെ വീട്ടിൽ വളരുമ്പം ഇത്രയ്ക്ക് യൂസ്ഡ് ടു ആണ് ഈ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന, എൻഗേജ് ചെയ്യുന്ന ഈ ടെക്നോളജിയോട് ഈ പ്രായത്തിൽ തന്നെ എന്നുള്ളത്. ബിക്കോസ് ഫോർ ഹർ, if internet connection is not there, her Sunday school is not possible. If computer or mobile phone is not there, no sort of communication with anybody else outside her appa and amma is possible. എല്ലാവരും ഇപ്പൊ വീട്ടിനകത്ത് തന്നെയാണ് എല്ലാവരെയും കാണുന്ന, അപ്പച്ചനെയും അമ്മച്ചിയെയും മാവിയെയും അമ്മാച്ചനെയും എല്ലാം കാണുന്ന ഇതില്ലാത്തവിടെ. ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഈ കുഞ്ഞിനെ ഇമാജിൻ ചെയ്യാൻ വയ്യ. അപ്പൊ നമ്മള് പലപ്പോഴും വേദപുസ്തകത്തിനെ കാണുന്ന നമ്മുടെ ലൈഫിന്റെ റിയാലിറ്റീസിൽ, the present that we live in and the things that are around us, the environment that surrounds us, അവിടെ നിന്നുകൊണ്ട് നമ്മൾ ബൈബിളിനെയും ഗോസ്പലിനെയും ഒക്കെ ചിലപ്പോൾ കാണുമ്പം നമുക്ക് ചില പെർട്ടിക്കുലേഴ്സ് പോയിന്റേഴ്സ് നമുക്ക് കാണാതെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ ഓർക്കുന്ന എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പപ്പ കാത്തിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അപ്പച്ചന്റെ എഴുത്ത്. നാട്ടിൽ നിന്ന് അപ്പച്ചന്റെ ഒരു ലെറ്റർ വരും. വീട്ടിൽ ഫോണില്ല, STD കോൾ പോലും നമ്മൾ ഇന്ന് വിളിക്കുന്ന പോലല്ല. കടയിൽ പോയി ആദ്യം പറഞ്ഞ് ട്രങ്ക് ഒക്കെ ബുക്ക് ചെയ്താണ് വിളിക്കുന്നത്. അതും വിളിക്കുന്ന നാട്ടിൽ വീട്ടിലും ഫോണില്ല, കറണ്ട് ഒക്കെ വല്ലപ്പോഴും ഉണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ ഈ അപ്പച്ചന്റെ ഒരു ലെറ്ററിന് അന്ന് വലിയ വാല്യൂ ഉണ്ട്. അപ്പച്ചന്റെ ഒരു ലെറ്ററിന് സമയത്തിന് റിപ്ലൈ അയച്ചില്ല എങ്കിൽ, ഫോർ എനി റീസൺ, ഇഫ് ടൈംലി റെസ്പോൺസ് ഇവിടുന്ന് എഴുതി അയച്ചില്ല എങ്കിൽ അടുത്ത റിപ്ലൈക്കകത്ത് അതിനുള്ള വഴക്ക് വരും. ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക, നിങ്ങൾ എന്താ സമയത്ത് എഴുതിയില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒത്തിരി അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ ഈ ലെറ്ററിന്റെ ഈ പഴയ ഇൻലൻഡ്, ഐ ഡോണ്ട് നോ, സം ഓഫ് യു അറ്റ്ലീസ്റ്റ് മൈറ്റ് ഹാവ് സീൻ, അതിൻ്റെ അകത്തെ സ്പേസ് നിറഞ്ഞ് അതിന്റെ ഫോൾഡിന്റെ അകത്ത് വരെ ഇങ്ങനെ ഗിരിഗിരാന്ന് എഴുതും. ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ദാറ്റ് വാസ് ദി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ ഒരു വേൾഡിനേക്കാളും എത്രയോ വർഷം പുറകിലോട്ടാണ് പോളും തിമോത്തിയും തമ്മിലുള്ള ഈ ഒരു ലെറ്റർ, അല്ലെ? എത്രയോ വർഷം പിന്നിലേക്കാണ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു വാല്യൂ, റിലേഷൻഷിപ്സിൽ അതിന്റെ ഒരു പ്ലേസ്, കമ്മ്യൂണിറ്റിയിലെ ചേർച്ചിന്റെ അതിന്റെ ഒരു പ്ലേസ്, അതിനെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ ഈ ലെറ്റർ പോൾ തിമോത്തിക്ക് എഴുതുമ്പം it is believed that it is after a gap of several years that Paul is able to communicate to Timothy. പൗലോസ് ലാസ്റ്റ് കണ്ട തിമോത്തിയും ഇപ്പോൾ ഉള്ള തിമോത്തിയും തമ്മിലുള്ള വളർച്ചയുടെ വ്യത്യാസങ്ങൾ, ആ വലിയൊരു ഗ്യാപ്പിന് ശേഷം നടക്കുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഇമോഷൻസ്, അതെല്ലാം ഇതിനകത്ത് വ്യക്തമാണ്. നമ്മള് ഒരു ഇന്ത്യൻ ട്രഡീഷനിൽ the role of a teacher is considered very very important, അല്ലെ? ഇപ്പൊ നമ്മൾ മോഡേൺ ഇതിൽ പറയും ടീച്ചേഴ്സ് ആർ ജസ്റ്റ് ഫെസിലിറ്റേറ്റേഴ്സ്, അല്ലെ? എവറിത്തിങ് ഈസ് അറൌണ്ട് ടീച്ചേഴ്സ്. ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ ഉണ്ട് ടീച്ചേഴ്സിനെ കുറിച്ച്. അത് നമ്മുടെ ഐഡിയോളജീസും നമ്മുടെ സോഷ്യൽ കോൺസെപ്റ്റ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് എല്ലാത്തിനും ചേഞ്ച് വരുമല്ലോ. എന്നാൽ ഇൻ ദ ഇന്ത്യൻ സിസ്റ്റം ആൻഡ് ഇൻ ദ ഈസ്റ്റേൺ ട്രഡീഷൻ പെർട്ടിക്കുലർലി, the role of a teacher is much greater, and we see Jesus Christ also playing a very similar role with his disciples and also to the community. ഒരു ടീച്ചർ സ്റ്റുഡന്റിന്റെ റോൾ വെറും ഒരു എന്താ പറയുന്നത്, ഒരു എക്സ്പേർട്ട് ആൻഡ് അപ്രന്റീസ് ആ റോളിന്റെ അത്രയും മാത്രമല്ല, അതിനേക്കാളും ഒരു ഡീപ്പർ റോളാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ട്രേഡ് പഠിക്കണമെങ്കിൽ we will go to somebody who is knowledgeable in that area, and we will look at how they work, and there are certain things that we need to learn from them. Once we get those, we practice those on ourselves, and we ourselves become master.
അതാണ് ഒരു തരത്തിലുള്ള ഒരു മാസ്റ്റർ അപ്രന്റീസ് റിലേഷൻഷിപ്പ്. പലപ്പോഴും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് പലരും ആവശ്യപ്പെട്ടത്, അല്ലെ? നമ്മൾ ബൈബിളിൽ തന്നെ ചില എക്സാമ്പിൾസ് അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പണം തരാം, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് താ, നിങ്ങൾ സൗഖ്യമാക്കുന്നത് പോലെ സൗഖ്യമാക്കാനുള്ള ഈ ശക്തിയെ എനിക്ക് താ, അല്ലെങ്കിൽ യേശുവിന്റെ അരികിലേക്ക് വരുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് കിട്ടണം, പഠിക്കണം, അത് മാത്രം കിട്ടിയാൽ മതി. എന്നാൽ നമ്മൾ കാണുന്ന the biblical relationship of a teacher and pupil is beyond that relationship of apprenticeship. It transcends to every arena of one's life. അത് ആ മോഡലാണ് ഈ വേദഭാഗം നമുക്ക് നൽകി തരുന്ന ഒരു ക്രിസ്റ്റോളജി എന്ന് പറയുന്നത്. പോൾ ഇവിടെ ക്രൈസ്റ്റിനെ നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന് വേഴ്സ് 1-ൽ തന്നെ, പോൾ an apostle of Christ Jesus by the will of God according to the promise of life that is in Christ Jesus. അപ്പം Paul not just a disciple of Jesus Christ, but Paul is basing his very identity entirely on Jesus Christ. പോളിന് സഭയിൽ എന്താണ് ഐഡന്റിറ്റി, പോളിന് തിമോത്തിയോസിന്റെ അരികിലേക്ക് വരുമ്പോൾ എന്താണ് ഐഡന്റിറ്റി, പൗലോസ് ആരാണ്, അല്ലെ? ഒത്തിരി കാര്യങ്ങൾ പറയാൻ പോസിബിലിറ്റി ഉള്ള ആളാണ് പോൾ തന്നെ. അത് മറ്റു പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അല്ലെ? ഹീബ്രു among Hebrews, a tribe from the tribe of Benjamin, Pharisee, a student who sat at the feet of Gamaliel, one who persecuted those who were following the way. അങ്ങനെ worldly wise there were a lot of things that Paul could have attached to his name, but Paul has been able to identify that where does he put the anchor. പോളിന്റെ ഒരു മിനിസ്ട്രി നമുക്കറിയാം, ജേർണീസ് വലിയ പ്രധാനപ്പെട്ടതാണ്. സീയിൽ കൂടെയുള്ള പല യാത്രകളുണ്ട്. സീയുടെ യാത്രകളിൽ ഈ ആങ്കർ, ഒരു ഷിപ്പിന്റെ ആങ്കർ, അല്ലെ, ആ ഷിപ്പിനെ കറക്റ്റ് സ്ഥാനത്ത് നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് ഇവിടെ നമ്മൾ കാണുന്ന വ്യക്തമായിട്ട് ലൈഫിന്റെ ആങ്കർ പ്ലേസ് ചെയ്യാണ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് സറൗണ്ടിങ് വേർ ഹി കുഡ് ഹാവ് ഡൺ ദാറ്റ്, but he is ultimately now realized that it is Christ where I place my identity. ഈ ഒരു ഐഡന്റിറ്റിയുടെ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെ? Who am I? Where do I belong? Who am I? Where do I belong? ഞാൻ ആരാണ്? ഞാൻ ആരുടേതാണ്? എവിടെയാണ് എൻ്റെ സ്ഥാനം? ഞാൻ ഓർക്കുന്നേ, കൊച്ചിലെ ഞാൻ ഭോപ്പാലിൽ ജനിച്ചു വളർന്നു. അപ്പൊ my Malayalam used to be funny when I was smaller. ഭാഷയിലെ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ചിരി വരും കേൾക്കുന്നോ. അപ്പൊ ഞങ്ങൾ നാട്ടില് അവധി സമയത്ത് പോകുമ്പോൾ, നാട്ടില് മലയാളം പറയുമ്പോൾ ഞങ്ങളുടെ കസിൻസും ഒക്കെ അങ്കിൾസ് അവരൊക്കെ ഇങ്ങനെ നോക്കും, നിന്റെ മലയാളം ഒന്ന് പറഞ്ഞേ, അല്ലെ? അത് കേൾക്കാൻ ഒരു രസമുണ്ട്. അപ്പൊ ഞാന് അവിടെ നിന്റെ മലയാളം ഒന്ന് പറഞ്ഞ്, ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഭാഷ എന്ന് പറഞ്ഞ് സ്കൂളിലും ചോദിക്കും, നിങ്ങൾ തും ലോഗ് ഇണ്ട പൊണ്ട കറികെ ബോൾത്തേനാ ജറാ ബോൾക്കെ പത്താ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ. അപ്പൊ എന്റെ മനസ്സിൽ ഈ കൊച്ചിലെ ഒരു ക്രൈസിസ് ഉണ്ട്, അല്ലെ? വേർ ഡു ഐ ബിലോങ് ടു? ഇവിടെ നിന്ന് പറയുമ്പോൾ നാട് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ അവിടെയും അല്ലല്ലോ ഇവിടെയും അല്ലല്ലോ എന്നുള്ള സംശയം. നമുക്കൊക്കെ അങ്ങനെയുള്ള സംശയങ്ങൾ ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതകളുണ്ട്, അല്ലെ? ഞാൻ ഒരു സമയത്ത്, എൻ്റെ വളർച്ചയുടെ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു, ഞാൻ ഈ സ്കൂളില് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹൈസ്കൂളിലൊക്കെ വന്ന സമയത്ത് ഞാൻ മലയാളിയാണെന്ന് ആരോടും പറയില്ല. കാരണം എനിക്ക് ഒരു നാണക്കേടാ, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ പേരൻസ് ഒരിക്കൽ സ്കൂളില് റിസൾട്ട് വാങ്ങിക്കാൻ ഓപ്പൺ ഹൗസിന് വേണ്ടി പേരൻസ് വന്ന സമയത്ത് ഞങ്ങളുടെ ടീച്ചർ മലയാളിയാണ്. ടീച്ചറുമായിട്ട് പപ്പായും മമ്മിയൊക്കെ വർത്താനം മതി. പപ്പായും മമ്മി സ്കൂളിൽ വന്നാൽ ഉള്ള വലിയൊരു കുഴപ്പം അതാ, ആരൊക്കെ മലയാളി സാറന്മാരുണ്ടെന്ന് വീട്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കും. അവിടെ വന്ന് ടീച്ചറിനോട് മലയാളത്തിലൊക്കെ വർത്താനം പറഞ്ഞപ്പോ ഈ ടീച്ചർ ഇങ്ങനെ കണ്ണ് തള്ളുക. എന്നിട്ട് ഈ ചകൻ ഇവൻ മലയാളിയാണോ? അപ്പൊ ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന ചില പഞ്ചാബീസിൽ നിന്ന് പഠിച്ചൊരു, they are so proud of their tradition. അവർക്ക് അത് പറയുന്നതിൽ ഭയങ്കര അഭിമാനം. സത്യത്തില് അങ്ങനെയുള്ള ചില ഫ്രണ്ട്സിനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. ആക്ച്വലി ഓണിങ് അപ്പ് ഹു ഐ ആം, ഓണിങ് അപ്പ് ദ ട്രഡീഷൻ ദാറ്റ് ഐ ബിലോങ് ടു, അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്.
നമ്മൾ പലപ്പോഴും ഞാൻ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് ദാറ്റ് യുനോ നമ്മുടെ ഫെയ്ത്ത് അത്ര വലിയ ഫെയ്ത്ത് അല്ല. കാരണം എന്താ പറയുന്നത്, വി വർ ബോൺ ഇൻ ക്രിസ്ത്യൻ ഫാമിലീസ്, അതുകൊണ്ട് ആ ഫെയ്ത്ത് നമുക്കിങ്ങനെ ഇൻഹറന്റ് ആയിട്ട് കൈമാറി കിട്ടിയതാണ്. നമ്മൾ യേശുവിനെ അറിഞ്ഞ ഫെയ്ത്തിൽ വന്നതല്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ വേറെ ചിലരുടെ ഫെയ്ത്ത് എത്രയോ നല്ലതാണ് എന്ന്. ആക്ച്വലി ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോബ്ലം മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ കഴിഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫാമിലിയിൽ ജനിക്കണമെന്ന് ഞാനാണോ തീരുമാനിച്ചത്? അല്ലെ, ഞാൻ ഇന്ന ഫാമിലിയിൽ ജനിക്കണമെന്ന് എൻ്റെ പപ്പായോ മമ്മിയാണോ തീരുമാനിച്ചത്? അല്ലെ, അവർ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നിതിൻ എന്ന് പറയുന്ന ഒരു മോൻ ഉണ്ടായിരിക്കണമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ വളർന്നു വരുന്ന എൻ്റെ സമയത്തെ സ്വഭാവം കണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരത് ടൈം ട്രാവൽ ചെയ്ത് ക്യാൻസൽ ചെയ്തേനെ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ യു നോ ഹു ഡിസൈഡഡ് ദാറ്റ്? God decided that. The family that you are born to, the parents that you are born to, the community that you are born to, ദൈവം തീരുമാനിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് ഒരു തരത്തിലും ചെറിയതോ കുറഞ്ഞതോ അല്ല. എൻ്റെ ആ ഐഡന്റിറ്റിയെ ഞാൻ ഓൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോൾ അത് മുമ്പോട്ട് പറയുന്നുണ്ട്, അല്ലെ? The faith that I saw in your grandmother and in your mother, like I am filled with joy, അങ്ങനെയാണ് അല്ലേ? I am persuaded now lives in you also. നിന്റെ വല്യമ്മയിലും നിന്റെ അമ്മയിലും ഉണ്ടായിരുന്ന ആ ക്രിസ്തുവിന്റെ ആ വിശ്വാസം നിന്നിലും ഇപ്പോഴുണ്ട് എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. അതിൽ ഞാൻ സന്തോഷിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓണിങ് അപ്പ് മൈ ഐഡന്റിറ്റി. അപ്പൊ ഈ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ലോകം നമ്മളോട് പറയും, അല്ലെ? This is my identity. This is who I am. This is the language I speak. This is the language I must speak. This is the sort of cultural expressions that I must have. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൊസിഷൻസുമായിട്ടും അസോസിയേഷൻസുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്ത് ഐഡന്റിറ്റിയെ കുറിച്ച് പറയും. എന്നാൽ ഈ ബൈബിൾ പോർഷൻ നമ്മളോട് വ്യക്തമാക്കി തരികയാണ്, the ultimate point to place my identity is my relationship with Christ Jesus എന്നുള്ളത്. അത് ഈ വേദഭാഗത്തിന്റെ എംഫസിസ് ആണ്. നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു കീ ആയിട്ട് നമ്മൾ അതിനെ മാറ്റണം. Where do I look to when I have this crisis of belonging? The ultimate place to look to is Christ Jesus. ആ ഒരു തരത്തിൽ ക്രിസ്തുവിനോട് അസോസിയേറ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുമ്പം നമ്മുടെ ലൈഫിന്റെ മറ്റ് പല ഭാഗങ്ങളും will start falling into place എന്നുള്ളതിന് യാതൊരു സംശയമില്ല. Because we know that where Paul is writing from now is prison, and we know that where Paul is right now is at the brink of death. And even at that place, because he has been able to place his identity in Christ Jesus, Paul is convinced that he is not lost. Because he has been able to place his identity in Christ Jesus, he knows that he is found. നമ്മൾക്ക് ലോസ്റ്റ് എന്നുള്ള ഫീലിംഗ് നമ്മളിൽ ജനിക്കുമ്പോൾ, അല്ലെ, നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ സംശയാലുവായി കറങ്ങുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, വേദപുസ്തകവും സഭയും നമ്മുടെ വിശ്വാസവും നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ക്രിസ്തുവിനോട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻ്റെ ബിലോങ്ങിങ് എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. രണ്ട്, ക്രൈസ്റ്റിനെ കുറിച്ച് പോൾ പറയുന്ന കാര്യം വേഴ്സ് 9 നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അതിന്റെ സെക്കൻഡ് പാർട്ട്, this grace was given us in Christ Jesus before the beginning of time. This grace was given us in Christ Jesus before the beginning of time. ക്രിസ്തുവിന്റെ ഈ രക്ഷണ്യ പദ്ധതിയിൽ, ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയിൽ ക്രിസ്തുവിൽ നമ്മൾക്ക് വേണ്ടി വെളിവാകുന്ന ഈ ദൈവ കൃപയെ കുറിച്ച് പറയുകയാണ്, അല്ലെ? When was it given for us? It was given before the beginning of time. ഇന്നല്ല, ഇന്നലെയല്ല, അല്ലെ? AD 2000 അല്ല, BC 2000 ഒന്നും അല്ല, അല്ലെ? It was before the beginning of time എന്ന് പറയുമ്പോൾ, the Christ Jesus in whom I place my identity, ആ ക്രിസ്തു ആരാണ് എന്നുള്ളത് വ്യക്തമാക്കി തരികയാണ്, അല്ലെ? ആ ക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചു 2000 വർഷങ്ങൾക്ക് മുൻപ്. That Christ Jesus who
who came as a human for us to realize the presence of God amidst us 2000 years back. ആ ക്രിസ്തു കാലാതീതനാണ്. കാലങ്ങൾക്കും സമയങ്ങൾക്കും മുൻപേ പിതാവിനോട് കൂടെ ഒരുമിച്ചുള്ളവരാണ്. നമ്മുടെ വിശ്വാസ പ്രമാണം അല്ലെ, നൈസീൻ ക്രീഡ് ഓരോ ഞായറാഴ്ചയും നമ്മൾ നമ്മുടെ ആരാധനയിൽ ചൊല്ലും അല്ലെ. ആരാധനയിൽ നമ്മൾ ഓരോ ഞായറാഴ്ചയും ചൊല്ലുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ സ്പീഡിൽ അങ്ങ് വായിച്ചു പോകും. ഇപ്പോൾ ഓൺലൈൻ ആയിട്ടൊക്കെ ചൊല്ലുമ്പോൾ പലരുടെയും അൺമ്യൂട്ട് ചെയ്ത് പല സമയത്തൊക്കെ വരുമ്പോൾ നമ്മൾ പോലും ചൊല്ലുന്നത് മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. ദൈവം പറഞ്ഞത് ശരിയാണോ അല്ലെ, വല്ലതും മാറിപ്പോയോ എന്നൊക്കെ. എന്നാൽ ചിലപ്പോഴെങ്കിലും when I was younger, I used to think, why am I repeating these prayers? എന്തിനാണ് ഞാൻ ഇത് പറയുന്നത്? ഇത് ആരെഴുതിയതാ? ഏതോ കമ്മിറ്റിയിലൊക്കെ ഇരുന്ന് ഏതോ അങ്കിൾമാർ എഴുതിയ ഈ പ്രാർത്ഥന ഞാൻ എന്തിനാ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കാൻ I received the privilege to study more about it, and then I realized that these prayers, the prayers in our liturgy that we use in our Holy Communion service, in our each and every area of our prayer life, അതെല്ലാം വിശ്വാസത്തിലെ വിശ്വാസ വീരന്മാർ ഫെയ്ത്തിന്റെ വലിയ ചലഞ്ചസിനെ, ലൈഫിന്റെ വലിയ ക്രൈസിസിനെ ഫേസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രസൻസിനെ എക്സ്പീരിയൻസ് ചെയ്തതിൽ കൂടെ അവരുടെ വിറ്റ്നസിന്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള പ്രാർത്ഥന. ചുമ്മാതെ ഇരുന്ന് കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും വായിൽ തോന്നിയത് എഴുതിയ പ്രാർത്ഥനകളല്ല. അതുകൊണ്ട് ഈ പ്രേയേഴ്സിനോട് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ അത്തരത്തിൽ എൻഗേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ നൈസീൻ ക്രീഡ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അല്ലെ, കാലാതീതനായി പിതാവിൽ നിന്ന് അല്ലെ ജനിച്ചവനാണ്, പക്ഷെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല. എത്ര ആഴമേറിയ സത്യമാണ്. ബൈബിളിനെ അടിസ്ഥാനം ചെയ്തല്ലാതെ മാർത്തോമാ സഭയിലെ ലിറ്റർജിയിൽ ഒന്നുപോലും എഴുതിയിട്ടില്ല. നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മുടെ ഒരു റിച്ച് ട്രഡീഷൻ ആൻഡ് ഹെറിറ്റേജ് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ ബിലോങ്ങിങ് നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ അത്തരത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് അത്യാവശ്യമാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് ഒരു മൾട്ടി റിലീജിയസ് മൾട്ടി കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ജീവിക്കുന്നവരാണ്. ഞാൻ when I was ministering in Santa Cruz, I engaged with a young man. He came to Mumbai for studies, and he was oriented. When he came to Mumbai, he had an orientation to go for the full-time ministry, and he did his MA Sociology from Mumbai University. Mumbai യൂണിവേഴ്സിറ്റിയിലെ ആ ചില വർഷങ്ങളുടെ പഠനം അവസാനിക്കുന്ന ഒരു ഫേസിലാണ് ഞാൻ ഈ ഒരു യുവാവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഈ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞിരുന്ന ഒരു യുവാവ്, ദൈവമുണ്ടോ, ക്രിസ്തു ഉണ്ടോ, ഞാൻ ആരാണ് അല്ലെ, ഞാൻ എവിടെയാണ് എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കിടയിൽ വല്ലാതെ പ്രയാസത്തിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. ഒട്ടും എക്സാജറേഷൻ ഇല്ലാതെ ഞാൻ പറയും. സോ the culture that we engage with today, the world that we engage with today, very subtly, continuously keeps giving us certain communications like mild electric shocks by which we won't even realize when we start doubting the basic tenets. അല്ലെ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ മാതാപിതാക്കളും സഭയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ പോലും കുലുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്, ക്രൈസ്റ്റ് ആരാണ്? ക്രൈസ്റ്റ് 2000 വർഷം മുമ്പ് ജനിച്ച ഒരു ഫിലോസഫറോ ഒരു ഹീലറോ ഒരു മജീഷ്യനോ ടെക്നീഷ്യനോ ഒന്നും അല്ല. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ അവനെ എങ്ങനെയാണ് അറിയേണ്ടത്? ഞാൻ അവനെ അറിയുന്നത് പിതാവിൽ നിന്ന് ഏകജാതൻ, കാലങ്ങൾക്ക് അതീതനായവൻ, എന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലസമ്പൂർണതയില് ലോകത്തിൽ അവതരിച്ചവൻ. അങ്ങനെ തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളത് ഈ ഭാഗത്തിൽ പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തണ്ടേ. All of this we must remember. Paul is emphasizing these things for Timothy, who is his son, spiritual son and disciple. ആ ഒരു ആസ്പെക്ടിനെ കുറിച്ച് കുറച്ചും കൂടെ ഞാൻ പറയും മുമ്പോട്ട്, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. മുമ്പോട്ട് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നത് third thing, but it has now been revealed through the appearing of our Savior Christ Jesus, who has destroyed death and has brought life and immortality to light through the gospel. ക്രൈസ്റ്റിന്റെ മിനിസ്ട്രി എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗം നമുക്ക് ഡിഫൈൻ ചെയ്ത് തരികയാണ്, മനസ്സിലാക്കാൻ സഹായകരമാകുന്ന വിധത്തിൽ അല്ലെ.
എന്താണ് ക്രിസ്തുവിന്റെ ശുശ്രൂഷ? വാട്ട് ഈസ് ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്? ഞാൻ സിയോറ ആശ്രമത്തിൽ ഒരു വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആശ്രമത്തിന്റെ ഒരു ആവശ്യവുമായിട്ട് ഒരിക്കൽ ഒരു വീട്ടിൽ പോയി. ആശ്രമത്തിന്റെ ലോയർ ആയിരിക്കുന്ന ആൾ, അദ്ദേഹം വർഷങ്ങളായിട്ട്, അദ്ദേഹത്തിന്റെ ഫാദർ ഒരു ലോയർ ആയിരുന്നു, ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹിന്ദു ഫാമിലിയാണ്, ഒരുപാട് ദൈവങ്ങളുടെ പടമുണ്ട്, അതിൻ്റെ ഇടയിൽ ജീസസിന്റെ പടവും ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന ഭാരതത്തില് ക്രിസ്തുവിനെ അങ്ങനെ അംഗീകരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളും കാണും. ബിക്കോസ് വി ഹാവ് സോ മെനി, there is no harm in having one more. ആ ഒരു തരത്തില് യേശുവിനെ കാണാൻ തയ്യാറായിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ നമ്മൾ ക്രിസ്തീയ വിശ്വാസികളായിരിക്കുമ്പോൾ നമ്മൾക്കുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ് നമ്മൾക്ക് നൽകുന്ന ചില എംഫസിസ് ഉണ്ട്. ക്രൈസ്റ്റ് ഈസ് ദി വൺ ആൻഡ് ഓൺലി. ക്രൈസ്റ്റ് ഈസ് ദി വേ എന്നൊക്കെ നമ്മൾ പറയുന്നത് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആരഗൻസ്, അല്ലെ? പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ആരഗൻസ് ആയിട്ടോ വേറെ ആരെയും തോൽപ്പിക്കാനായിട്ടോ വേണ്ടിയിട്ട് പറയേണ്ട കാര്യങ്ങളായിട്ടല്ല. പിന്നെയോ എൻ്റെ ക്രിസ്തു ബന്ധത്തില് അത്തരത്തിലുള്ള ഒരു റിയലൈസേഷൻ, ഈ ക്രിസ്തു എനിക്ക് ആരാണെന്ന് യഥാർത്ഥത്തിലുള്ള ആ ഒരു തിരിച്ചറിവ് എന്നിലുണ്ടാകാൻ കഴിഞ്ഞാൽ ഈ നമ്മളിൽ അത് ചെയ്യുന്ന എന്താണ് എന്നാണ് ഈ ഭാഗം പറയുന്നത്. ഇറ്റ് ഹാസ് നൗ ബീൻ റിവീൽഡ് ത്രൂ ക്രൈസ്റ്റ് അപ്പിയറിംഗ്, through the appearing of our Savior Christ Jesus, who has destroyed death and brought life and immortality to light through the gospel. അവൻ മരണത്തെ തോൽപ്പിച്ച് ജീവനും നിത്യതയും നമ്മൾക്ക് വേണ്ടി സുവിശേഷത്തിലൂടെ വെളിവാക്കി. അപ്പൊ എന്താണ്? when we anchor our identity on Christ Jesus, what flows from us will be the gospel. അവിടെയാണ് ഈ ട്രാൻസ്ഫോമിംഗ് പവർ വർക്ക് ചെയ്യുന്നത്. ഗോഡ്സ് ട്രാൻസ്ഫോമിംഗ് പവർ വർക്ക് ചെയ്യുന്നത് ഞാനൊരു മിലിറ്റന്റ് ആയിട്ട് ആരെയും തോൽപ്പിച്ച് ക്രിസ്തുവിനെ കൊടുത്തിട്ടല്ല. ഞാൻ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തില് എൻ്റെ രക്ഷിതാവായി അറിഞ്ഞു കഴിയുമ്പോൾ എന്നിലൂടെ അവന്റെ സുവിശേഷം, the fonts of the living water, എന്നിലൂടെ അത് ജീവിതങ്ങളെ സ്പർശിക്കും. അതാണ് സുവിശേഷം. നമ്മൾ കാണുന്ന ഈ കമ്മിങ് ഡൗൺ ഓഫ് ദി ഹോളി സ്പിരിറ്റ് നമ്മൾ കാണുന്നത്, അല്ലെ? ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് നമ്മൾ കാണുന്നത് ദ ടങ്സ് ഓഫ് ബേണിംഗ് ഫ്ലെയിംസ് അപ്പോസ്റ്റൽസിന്റെ മേളിൽ വരുന്നു. അന്ന് അപ്പോസ്റ്റൽസിനൊക്കെ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ലഭിച്ചു എന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ആ ഒരു വേദഭാവം. അതിനു മുമ്പ് ജോൺസ് ഗോസ്പലിൽ നമ്മൾ യേശു കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. എന്നാൽ അത് പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്ത് പലരും അതിനെ എംഫസൈസ് ചെയ്യുന്നത് ഞാൻ കാണും. അതിനകത്ത് തെറ്റില്ല, ദാറ്റ് ഈസ് ദേർ. പക്ഷെങ്കിൽ ഓൾസോ സംതിങ് ദാറ്റ് വി മസ്റ്റ് റിയലൈസ്, ഡു ഇൻ ദ പ്രോഗ്രഷൻ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് എനിവെയർ എൽസ് ഡു വി സീ ഈ ഫ്ലേമിംഗ് ടങ്സ് ആളുകളുടെ പോൽ സഭ കൂടുന്നിടത്തെല്ലാം അവരുടെ മേൽ വരുന്നത് പിന്നീട് നമ്മൾ എങ്ങും കാണുന്നില്ല. കാണാത്തതിന്റെ കാര്യം ഈ അഗ്നിനാവുകൾ വന്നിറങ്ങിയ അപ്പോസ്തലന്മാരുടെ നാവുകൾ പിന്നീട് അഗ്നിനാവുകളായി മാറുകയാണ്. കാരണം അവരുടെ നാവിൽ നിന്ന് ഇനിയും വരുന്നത് ഈ സുവിശേഷമാണ്. Now their tongues have become the flaming tongues because what flows from their mouth is the gospel. ആ കണ്ടിന്യൂവേഷൻ ആണ് പിന്നീട് ഇതുവരെയും ഇന്ന് വരെയും നമ്മളിലൂടെയും നടക്കുന്നത്. അപ്പൊ ക്രൈസ്റ്റിലുള്ള ഐഡന്റിറ്റി പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് ഞാൻ പറഞ്ഞു ചേർച്ചിനെ കുറിച്ച്. ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി റിഫ്ലക്ട് ചെയ്തു. എന്നാൽ എക്ലീസിയ, ദ കമ്മിങ് ടുഗെദർ ഓഫ് ദ ഈക്വൽസ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സഭ, അതിനെക്കുറിച്ച് ഈ വേദഭാഗം നമുക്ക് നൽകി തരുന്ന ചില ചിന്തകളുണ്ട് കേട്ടോ. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ഈ ഒരു I have, for this reason, I remind you to fan into flame the gift of God, which is in you through the laying of my hands. Verse 6. For this reason, I remind you to fan into flame the gift of God, which is in you through the laying on of my hands. അപ്പോൾ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. Paul is reminding Timothy that, there was an instance where in prayer I laid my hands on you. And ദൈവം നിനക്ക് തന്നിട്ടുള്ള ചില കൃപാവരങ്ങൾ ഉണ്ട്. അതിനെ ആളി കത്തിക്കുന്ന വിധത്തില് അതിനെ ഫ്ലെയിം ഫാൻ ചെയ്യുക എന്ന് നീ ഓർക്കുക എന്ന് പറഞ്ഞു.
അപ്പൊ ഈ ലേയിങ് ഓഫ് ഹാൻഡ്സ് എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അത് സഭയുടെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ വിശുദ്ധ മാമോദീസായുടെ കുദാശയോട് ചേർന്നാണ് നമ്മൾ നടത്തുന്ന കൺഫർമേഷൻ എന്ന് പറയുന്ന സാക്രമെന്റ് അല്ലെ. സാക്രമെന്റ് ഓഫ് കൺഫർമേഷൻ. അത് മാമോദീസ നടത്തുന്ന പട്ടക്കാരനോ തിരുമേനിയോ നമ്മുടെ തലയില് വിശുദ്ധ മൂറോൻ കൊണ്ട് നമ്മുടെ നെറ്റിയിലും നമ്മുടെ നെഞ്ചിലും നമ്മുടെ കൈകളിലും പാദങ്ങളിലുമൊക്കെ നമ്മളെ അനോയിന്റ് ചെയ്യും. That is a sign and a reminder that the gift of the Holy Spirit which has been given to the church is in continuation. Now in baptism you have been made part of the church, and in being a part of the church the continuation of the Holy Spirit is to be in you എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. But we have been given the commissioning particularly to ensure that ഈ പരിശുദ്ധാത്മാവിന്റെ നൽവരം എന്നിലുള്ളതിനെ ഞാനതിനെ ആളിക്കത്തിക്കണം എന്നുള്ളത് അല്ലെ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ലേയിങ് ഓഫ് ഹാൻഡ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലതരത്തിൽ പറഞ്ഞു കേൾക്കും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ലേയിങ് ഓഫ് ഹാൻഡ്സ് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ചേർച്ചിൽ ഇൻ ദ സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസം ആണ് അല്ലെ. ദ സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസം ആണ്. സോ ദാറ്റ് റിമൈൻഡ്സ് us that the presence of the Holy Spirit is assured to every member in the church, each and every one of you. നമ്മൾ ഇവിടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുന്ന ആരും, none of you is devoid of the Holy Spirit. അത് ഓർക്കേണ്ട ആവശ്യമാണ്. പൗലോസ് തലേ കൈവച്ച് അഭിഷേകം ചെയ്ത തിമോത്തിയോസ് പിന്നെയും തന്റെ ടിമിഡിറ്റിയോട് സ്ട്രഗിൾ ചെയ്യുന്നു. പൗലോസ് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സ്പിരിറ്റ് ഓഫ് ടിമിഡിറ്റിയെ മാറ്റി ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ ഒത്തവണ്ണമുള്ള ക്യാരക്ടേഴ്സിൽ വളരുവാൻ പൗൾ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് പവർ, ലവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കുള്ള ഒരു റിമൈൻഡർ, ഈ പരിശുദ്ധാത്മാവ് എന്റെ പുറത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടന്ന് നാളെ തൊട്ട് എന്റെ അപ്പനും അമ്മയും പോലും എന്നെ അറിയാൻ വയ്യാത്ത ഒരാളായി മാറാനല്ല, അങ്ങനല്ല അല്ലെ. പരിശുദ്ധാത്മാവിന്റെ നൽവരം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. Christ has assured us and given us the gift of the Holy Spirit, and we ought to grow in that. ഈ മിസ്റെപ്രസെന്റിങ് ദ വേർഡ് പവർ എന്നുള്ളത് പലപ്പോഴും വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. പേഴ്സണൽ ആണ് പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റ് വിചാരിക്കരുത്. ഞാൻ ഈ സെമിനാരിയിൽ പഠിക്കാൻ പോകുന്ന ആ ടൈം ഞാൻ സെമിനാരിയിലോട്ട് ജോയിൻ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാനും എൻ്റെ ഫാദറും കൂടെ ഞങ്ങളുടെ വീട്ടിൽ പോയി. ഞങ്ങൾക്ക് സെമിനാരിയിൽ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീട് അവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകും. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ അവരെ വിസിറ്റ് ചെയ്യാൻ പോകും. ആ നാട്ടിലെ ഒരു പഴയ ഒരു വലിയ കുടുംബമായിരുന്നു. എന്നാൽ ദേ വെന്റ് ത്രൂ സർട്ടൻ സ്ട്രഗിൾസ് ഓഫ് ദെയർ ഓൺ. അതൊന്നും ഞാൻ പറയാനല്ല. എന്നാൽ ആ വീട്ടിലേക്ക് അന്ന് ചെല്ലുമ്പോൾ ഒരു രാത്രി സമയമാണ്. ആ വീട്ടില് പപ്പ ഇങ്ങനെ പറഞ്ഞു, മോന് സെമിനാരിയിൽ പോവുകയാണ്, ഞങ്ങളിങ്ങനെ അതിനു വേണ്ടി ടെസ്റ്റിന് വേണ്ടി വന്ന സമയമാണ്, സെമിനാരി പരീക്ഷ എഴുതാൻ വേണ്ടി പോവാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് മനസ്സിലായത്, ഇപ്പോൾ ആ വീട്ടില് 3 സഭകളുടെ അംഗങ്ങളുണ്ട് ആ സെയിം ഫാമിലിക്ക്. ഫാദർ വേറെ ഒരു സഭയില്, ഒരു മകൻ അവരുടെ അപ്പനമ്മമാർ പോയിക്കൊണ്ടിരുന്ന മാർത്തോമാ സഭയില്, വേറെ ഒരു മകൻ കേരളത്തിൽ പേര് കേട്ട വേറൊരു ആളിന്റെ കൂടെ. അപ്പൊ ഈ ഫാദറും ഈ മോനുമാണ് ആ സമയത്ത് വീട്ടിലുള്ളത്. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഈ ഫാദർ എന്നോട് പറഞ്ഞു, ആ മോനെ നീ അച്ഛനായിട്ട് വന്നിട്ട് വേണം ഈ എൻ്റെ മോനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉപദേശിക്കാൻ. അപ്പം ഫാദറും മോനും തമ്മിൽ അവിടെ എന്തോ ഇഷ്യൂസ് നടക്കുകയാണ്. ഈ ഉപദേശിക്കണം എന്ന് പറയുന്ന മോൻ എന്നെക്കാളും ഒരു 20 വയസ്സും കൂടെ പ്രായം കൂടുതലുള്ള ആളുമാണ്. അപ്പൊ പുള്ളിക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ലല്ലോ, സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഈ മോൻ അവിടെ ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് സീൻ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. ഞാനത് നിങ്ങളോട് പറയുന്നത്, ഈ മോൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ഷെയ്ക്ക് ഒക്കെ ചെയ്തിട്ട് അപ്പന്റെ നേരെ നോക്കിക്കൊണ്ട് പറയാം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഭത്സിക്കുന്നു, പോ സാത്താനെ. I didn't know how to respond. I looked at my father. My father didn't know what to do. പപ്പ അവനോട് വിളിച്ചു, എടാ നിന്റെ അപ്പനല്ലടാ, എന്തൊക്കെയാണേലും ഇങ്ങനാണോ അപ്പനോട് പറയുന്നേ എന്ന് മാത്രം. അത് ഭാവിച്ചാൻ അറിയത്തില്ല ഇവിടെ എന്തൊക്കെയാണ് എന്നൊക്കെ. whatever, that story goes on. That's another thing. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച്, for him, he had somehow with some power received the authority to curse his father. His father in his own right is a bigger believer than him. അപ്പൊ ഈ ഒരു ബിലീവറിന്റെ വഴക്ക് ഇങ്ങനെ
ഇതിന്റെ അകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഈ ചേർച്ചിന്റെ റിലേഷൻഷിപ്സ്, അല്ലെ, അതിന്റെ ഡൈനാമിക്സ് എത്ര ബ്ലെസ്ഡ് ആണ്, എത്ര ബ്യൂട്ടിഫുൾ ആണ്. പോൾ അതിന്റെ മിനിസ്ട്രിയുടെ പീക്കിൽ, അതിന്റെ ഫുൾനെസ്സിൽ ആ ഫുൾ ചാർജ് ഒരു ചെറുപ്പക്കാരനായ തിമോത്തിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ മടിക്കുന്നില്ല. തിമോത്തി മുതിർന്നവനായ, ക്രിസ്തുവിന് വേണ്ടി സകലവും നഷ്ടപ്പെട്ട് ജീവൻ വെടിയാൻ പോകുന്ന പൗലോസിനെ മണ്ടനായി കാണുന്നില്ല, തന്റെ ഗുരുവായി കാണുകയാണ്. അവനിൽ നിന്ന് പഠിക്കുകയാണ്. അത് ജീവിത മാതൃകയാക്കി അവസാനം തിമോത്തിയും തന്റെ ഗുരുവിന്റെ ആ എൻഡിലേക്ക് പോകാൻ അല്പം പോലും മടി കാട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ, ദ റിലേഷൻഷിപ്പ്. നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഈ ബന്ധത്തിൽ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നൽവരം. നൺ ഓഫ് us are called to live under the spirit of timidity, yoke of timidity. Every one of us is to blossom with the power of the Holy Spirit, not in the same way. ചിലപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രം നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ എംഫസിസ് കിട്ടും. ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, he was a very good guitarist. Looking at him, I also wanted to learn to play the guitar. I bought a guitar. I never could play it as well as my friend. Many a times I felt dejected. ഒത്തിരി പ്രാവശ്യം എനിക്ക് പറ്റില്ലല്ലോ, അവനെ പോലും പറ്റുന്നില്ലല്ലോ. എൻ്റെ കൂട്ടുകാരനോട് പോലും ചിലപ്പോൾ എനിക്ക് ഇഷ്ടക്കേട് തോന്നാൻ അത് കാരണമായി തീർന്നു. എന്നാൽ വർഷങ്ങളുടെ ഒരുമിച്ചുള്ള യാത്രയില് കർത്താവിനെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഗിറ്റാർ വായിക്കുന്നതിനെ കൊണ്ട് കർത്താവിന് ആവശ്യം ഇല്ല. അവൻ ഗിറ്റാർ വായിക്കുന്നതിന്റെ കൂടെ ഞാൻ നിൽക്കാൻ കഴിയുമ്പോഴും കർത്താവിന്റെ നാമം മഹത്വപ്പെടും. അവനെ അത്തരത്തിലാണെങ്കിൽ എന്നെ വേറെ ഒരു തരത്തിൽ നമ്മുടെ കർത്താവിന് ആവശ്യം ഉണ്ട്. Each and every one of us is wanted by our Lord. Each and every one of us has received a particular calling. My calling is not like yours is not like mine, but have no doubt that we have been called. ചേർച്ചിനെ കുറിച്ച് മുമ്പോട്ട് ഈ ഭാഗത്തിൽ കാണുന്ന വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. Does not hide the shortcomings of things or people that are dear to the heart of God. ഷോർട്ട്കമ്മിങ്സിനെ ഹൈഡ് ചെയ്യത്തില്ല. നമ്മൾ ബൈബിളിലെ എല്ലാ നല്ല ക്യാരക്ടേഴ്സിന്റെ ഷോർട്ട്കമ്മിങ്സിനെ ബൈബിളിൽ തന്നെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും, അല്ലേ? അത് അബ്രഹാം ആവട്ടെ, അത് മോശ ആവട്ടെ, അത് ദാവീദ് ആവട്ടെ, ഇങ്ങനെ നമ്മൾ പത്രോസ് ആവട്ടെ, ശിഷ്യന്മാരാവട്ടെ, എല്ലാവരും. ഇവിടെയും ചേർച്ചിനെ കുറിച്ച് പറയുമ്പം ചില കാര്യങ്ങൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, അല്ലെ? പൗലോസ് പറയാണ്, യു നോ ദാറ്റ് എവ്രിബഡി ഇൻ ദ പ്രൊവിൻസ് ഓഫ് ഏഷ്യ ഹാസ് ഡിസേർട്ടഡ് മീ, ഇൻക്ലൂഡിങ് ഫിഗുലസ് ആൻഡ് ഹെർമോജിനീസ്. അല്ലെ? ആ ആളുകൾ ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഉള്ള സത്യം പറയണമല്ലോ, ഐ ഡോണ്ട് നോ. പക്ഷെങ്കിൽ അവരുടെ പേര് അവിടെ എടുത്ത് പറയണമെങ്കിൽ ഡെഫിനറ്റ്ലി they might have been somebody important to Paul and Timothy and their ministry. And Paul is now saying that they are not with me, they have deserted me. അവിടെ ഒനേസിഫോറസിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? He has stood by me, he came looking for me even when I was in chain and in yoke. അതൊക്കെ അവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഷോർട്ട് കമ്മിങ്സും ഉണ്ട്, ഫുൾഫിൽമെന്റും ജോയും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിലും it does not lead Paul to announce the ministry which God has given him. അല്ലെ? എൻ്റെ ചേർച്ചിന്റെ അകത്ത്, എൻ്റെ കമ്മ്യൂണിറ്റിക്കകത്ത് എല്ലാവരും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവര് ആയിരിക്കില്ല, അല്ലെ? നമ്മുടെ ചേർച്ചിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് യങ് ആയിരിക്കുമ്പോൾ നമ്മൾ കമ്മിറ്റിയും ജനറൽ ബോഡിയൊക്കെ കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും, എന്തിനാ ഇതിനു വേണ്ടിയൊക്കെ പള്ളിയിൽ പോകുന്നേ, അല്ലെ? അഭിപ്രായ വ്യത്യാസം that it has existed from the very beginning എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല. ബട്ട് does that define the church? No. What defines the church is its relationship with Christ Jesus എന്നുള്ളത് നമ്മൾക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. അത് ഈ വേദഭാഗം നമ്മളോട് ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം. തേർഡ് തിങ് ഞാൻ പറഞ്ഞു, the relationship between Paul and Timothy, the father-son relationship. It's not just merely a trainer and apprentice relationship. This discipleship has grown to a father-son relationship. അങ്ങനെയാണ് പോൾ തിമോത്തി അഡ്രസ് ചെയ്യുന്നത്. വേഴ്സ് 2, to Timothy, my beloved son. അങ്ങനെ തന്നെയാണ്, അല്ലേ? That's how Paul is addressing Timothy. Timothy, my beloved son. How? We must remember, this father-son relationship is not something that Paul invented. It is the same prototype that God the Father and Christ Jesus share. And that has been reflected onto the church. Because Christ prayed that, Father, as you
and I are one. I pray that these that you have given to me may be one with us. ആ വലിയ ഒരു which we have been tied. It is not a replaceable one. It is not a replaceable one. ഇത് ഇന്നെടുത്ത് മാറ്റി ഇതിന്റെ പകരം വേറെ ഒന്ന് വെച്ചേക്കാൻ പറ്റുന്ന ബന്ധമല്ല, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ബൈബിൾ. അതുകൊണ്ടാണ് ഈ ചേർച്ചിനെ ഒരു ബോഡിയുമായിട്ട്, അല്ലെ, ദാറ്റ്സ് ഇമ്പോർട്ടന്റ് അല്ലെ, ചേർച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയാണ് ഈ ബോഡി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ബോഡി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ഇറ്റ്സ് ഓർഗൻസ് എന്ന് പറയുന്നത് അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലെ. It's not like the relationship that a machine has with its different parts. No, the body and its organs and the organs within, the relationship that they share is a relationship based on the flow of life. ജീവന്റെ ഒഴുക്കിനെ ആധാരമാക്കിയുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിലാണ് ദൈവവുമായിട്ട് നമ്മളെ ചേർത്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് അവിടെ ആ റിഫ്ലക്ഷനിൽ തിമത്തിയുടെ ഫാമിലിയെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട, ഐ നോ ദ ടൈം കറക്റ്റ് 10 മണി ആയെന്ന് എനിക്കറിയാം, ഞാൻ വേഗം നിർത്താം. പൗലോസ് തിമത്തിയുടെ ഫാമിലി അവിടെ റെഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറ്റ് ഈസ് എ റിമൈൻഡർ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ബ്രേക്ക് അവേ ഫ്രം ദി ഫാമിലി അല്ലെ. ഫാമിലി എന്നുള്ള വലിയ കാഴ്ചപ്പാടിന്റെ ഒരു തുടർച്ച എന്റെ ക്രിസ്ത്യൻ ലിവിങ്ങിൽ ഉണ്ട് എന്നുള്ളത്. ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് family is important because it is God who designed family, not human. Humans didn't invent family, God did. അപ്പോൾ ഞാൻ ആരാധനയ്ക്ക് വരുമ്പം എൻ്റെ അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒരുമിച്ച് ആരാധനയ്ക്ക് വരുന്നത്, ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുന്നതിന് പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻ്റെ ഫാമിലി പ്രേയറിൽ ഒരു പായിൽ ഒരുമിച്ച് മുട്ടുമടക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള വലിയൊരു എംഫസിസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തിൽ കൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. ബട്ട് ഫോർ പോൾ, തിമോത്തി is not his physical son, അല്ലെ, is his spiritual son. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഫാമിലിയോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾക്ക് നൽകപ്പെടുന്ന ഒരു വലിയ ഒരു ഓർമ്മയുണ്ട്. This church is my spiritual family. How do I see my church? What is my church to me? Christos Marthoma Church Mulund. What is it to me? It's not a place that I go to. It's not a place where I go to hang out with my friends. It's not a place where I go to just to showcase my abilities or skills or talents or my gym body. No, it is my spiritual family where I belong to. എന്നുള്ള തരത്തില് ഈ ചേർച്ചിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ പോൾ പറയാണ്, in my suffering, in my pain, in my absolute loss in the worldly sense for the sake of Christ Jesus, do not be ashamed of. പോൾ അതിനെ കൈമാറി കൊടുക്കുകയാണ് തിമോത്തിയോസ്. Everything that I've borne for the Lord Jesus Christ, entrusting it to the next generation. അങ്ങനെയുള്ള ഒരു നൽകലാണ്, giving of the full, giving of the whole. അതാണ് ഈ ഒരു വേദഭാഗം നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. വൺ, ക്രിസ്റ്റോളജി, എക്ലിസിയോളജി ആൻഡ് ദി റിലേഷണൽ ഡൈമെൻഷൻ ഓഫ് ആർ ഫെയ്ത്ത്. അല്ലെ, അപ്പൊ നമ്മൾ ഒരു ഫെയ്ത്ത് പെർസ്പെക്റ്റീവിൽ കൂടെ നമ്മുടെ ലൈഫിനെ കാണാൻ ശ്രമിക്കുമ്പോൾ ഈ വേദഭാഗം നമുക്ക് നൽകി തരുന്ന ഈ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ അടുത്ത പ്രാവശ്യം കൂടുമ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മളോട് ഷെയർ ചെയ്യുന്ന ചില റിയാലിറ്റീസ് ഒരുമിച്ച് പഠിക്കാനും നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ ഒരുമിച്ച് ഗ്രോ ചെയ്യാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you so much once again for the patient listening and for the opportunity. Thank you. Thank you, Acha. Thank you, Acha. Any discussions? If anyone to clarify.